നമസ്കാരം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ തിരുവാട്ടീശ്വരം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തേനുപൂനീശ്വരൻ ക്ഷേത്രം. ശിവലിംഗത്തിൽ തേനുപൂനീശ്വരനായി ശിവനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. സോമകമലാംബികയാണ് പാർവതി ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 4 ഏക്കർ വരുന്ന മതിലകത്തിനകത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7 നിലയുള്ള കവാടം കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ. പ്രധാന കോവിൽ കൂടാതെ മറ്റ് അനേകം ഉപക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. തേനുപൂനീശ്വരൻ, സോമകമലാംബിക, ദുർഗ എന്നിവരാണ് ആൾക്കൂട്ടത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. വലിയ കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഓരോ ചെറിയ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആദ്യ ക്ഷേത്രം നിർമ്മിച്ചത് ചോള രാജാക്കന്മാരായിരുന്നു അത്രേ. കാലക്രമത്തിൽ അതിനെ പല രാജവംശങ്ങളും പുതുക്കി പണിയുകയുണ്ടായി. ഇപ്പോൾ കാണുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് 16-ാം നൂറ്റാണ്ടിൽ നായിക് വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. ഇപ്പോൾ ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻവോൾവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. തമിഴിലെ പ്രധാന ജ്ഞാനികളിൽ ഒരാളായ തിരുജ്ഞാനസംബന്ധരും ഈ ക്ഷേത്ര ചരിത്രവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. കഠിന ശിവഭക്തനായാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ ശിവനെ ആരാധിക്കുവാനായി അദ്ദേഹം ഇവിടേക്ക് പുറപ്പെട്ടത്രേ. എന്നാൽ കഠിനമായ ചൂട് കാരണം യാത്ര പൂർത്തിയാക്കുവാൻ പറ്റാത്തതിനാൽ അദ്ദേഹം പകുതിയിൽ യാത്ര നിർത്തുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ പരമശിവൻ തന്റെ ഭൂതഗണങ്ങളോട് അദ്ദേഹത്തിന് വേണ്ടി തിരുജ്ഞാനസംബന്ധർ നടക്കുന്ന വഴി മുത്തുകൾ കൊണ്ട് ഒരു പന്തലൊരുക്കുവാൻ ആവശ്യപ്പെട്ടു. താൻ ആവശ്യപ്പെടാതെ ശിവൻ അറിഞ്ഞ് തണലൊരുക്കിയതിൽ അതിശയിച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരുക്കിയ തണലിൽ തിരുജ്ഞാനസംബന്ധർ ക്ഷേത്രത്തിന് പുറത്തെത്തി. അവിടെ നിന്നോ അദ്ദേഹം പ്രധാന കോവിൽ കണ്ടു. അദ്ദേഹത്തിന് അവിടെ വെച്ച് തന്നെ തന്റെ ദർശനം ലഭിക്കുവാനായി പരമശിവൻ തന്റെ മുന്നിൽ നിന്നും നന്ദിയോട് മാറിക്കിടക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നന്ദിയെ വരെ മാറ്റിക്കിടത്തി ശിവൻ ദർശനം നൽകിയ മഹാനാണ് തിരുജ്ഞാനസംബന്ധർ. അദ്ദേഹം ശിവനെ പ്രകീർത്തിച്ച് ഒരുപാട് കൃതികളും കാവ്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഗോപുരങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. 5 ഗോപുരങ്ങളും 3 പ്രകാരങ്ങളുമാണ് ഇവിടെയുള്ളത്. ശിവലിംഗ രൂപത്തിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത്. കൂടാതെ ശിവന്റെ ശ്രീകോവിലിനടുത്തായി സപ്തമാത, മഹാലക്ഷ്മി, നവഗ്രഹ, സൂര്യൻ, ചന്ദ്രൻ, ഭാരവൻ തുടങ്ങിയവരുടെ പ്രതിഷ്ഠ കാണാം. 3 ഭാവങ്ങളിലായി ക്ഷേത്രത്തിന്റെ 3 ഇടങ്ങളിൽ വിനായകരെയും കാണാം. പാർവതി ദേവിക്ക് വേറെ തന്നെ ഒരു ശ്രീകോവിലുമുണ്ട്.